എറണാകുളത്ത് പോലീസിന്റെ മിന്നൽ പരിശോധന വൈറ്റില മേഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. രാത്രികാലങ്ങളിൽ ലഹരി വിൽപ്പന ശക്തമാകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കൊച്ചി സിറ്റി പോലീസ് നിരന്തരമായിട്ട് കൊച്ചി സിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പനമ്പള്ളിനഗറിലുണ്ടായിരുന്നു, ഇന്നലെ പള്ളുരുത്തിയിലുണ്ടായിരുന്നു, അതുപോലെ മറൈൻ ഡ്രൈവിലുണ്ടായിരുന്നു, കലൂർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ചെക്കിംഗ് നടക്കുകയാണ്. ഇലക്ഷൻ അടുത്തുകൂടി വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ആംസ് ആൻഡ് എക്സ്പ്ലോസീവിന്റെ സഹിതമുള്ള ചെക്കിംഗ് നടക്കുന്നുണ്ട്. ഡ്രഗ്സ്, അതുപോലെ ആന്റി സോഷ്യൽ ചെക്കിംഗ്. ഇപ്പൊ ഹബ്ബ് എന്ന് പറയുന്ന ഇന്ന് പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊച്ചി സിറ്റിയുടെ. ഇവിടെ രാവും പകലുമായിട്ട് 100 കണക്കിന് ആൾക്കാർ ഇവിടെ രാത്രിയും പകലുമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ദീർഘദൂര ബസ്സുകളെല്ലാം ഇവിടെ വരുന്നതാണ്. അതുകൊണ്ട് പെൺകുട്ടികളൊന്നും ആൺകുട്ടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ തമ്പടിക്ക് വരുന്നൊരു സ്ഥലം കൂടിയാണ്. ആയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ചെക്കിംഗ് നടത്തുന്നത്. പരിശോധന നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ചെറിയ കഞ്ചാവ് പോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ശ്യാം, അടിക്കടിയുണ്ടാകുന്ന പോലീസ് പരിശോധന ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തെങ്കിലും പിടികൂടിയിട്ടുണ്ടോ എന്ന്? സുഹൈലെ, ഹബിനടുത്ത് തന്നെയുള്ള പരിശോധനയിൽ കഞ്ചാവുമായി ഒരു യുവാവിനെ ആദ്യം പിടികൂടിയിരുന്നു. പിന്നീട് മദ്യപിച്ച് എത്തിയ 5 വാഹനങ്ങളാണ് നിലവിൽ ഇതുവരെ പിടികൂടിയിട്ടുള്ളത്. ചെറിയ സംഘങ്ങളായി പോലീസ് ഹബിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശോധന നടത്തുന്നത്. വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധന നടന്നിരുന്നു. ഹബിലൂടെ പോകുന്ന വാഹനങ്ങൾ, പുറത്ത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. ഇത്തരം പരിശോധനയിലാണ് കഞ്ചാവുമായി ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ പിടികൂടിയത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന നടക്കുന്നത്. പരിശോധന തുടരുകയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കൊച്ചി സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെ കോമ്പിംഗ് നടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ACPയുടെ നേതൃത്വത്തിലുള്ള ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, ശരി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.